പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവനറൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള ദൈവജനമേ, പെന്തക്കൊസ്ത ഒരുക്കത്തിൻ്റെ 5-ാം നാളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ നാളുകൾ പ്രാർത്ഥനയുടെയും ഒരുക്കത്തിൻ്റെയും നാളുകളാണ്. നന്ദി പറയണം ഈശോയ്ക്ക്. കാരണം പരിമിതികളേറെയുള്ള ഈ കാലത്തും നമുക്കിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും ആത്മന ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കാനുമൊക്കെ അവസരം കിട്ടുന്നുണ്ടല്ലോ. ശരിക്കും സഭയോർത്ത് അഭിമാനിക്കണം, കത്തോലിക്ക സഭയോർത്ത്. കഴിഞ്ഞ കൊറോണ കാലത്താണെങ്കിലും ഇപ്പോൾ ഈ സെക്കൻഡ് വേവിൻ്റെ കാലത്താണെങ്കിലും കത്തോലിക്ക സഭയോർത്ത് അഭിമാനിക്കാൻ കിട്ടിയ കാലങ്ങളായിരുന്നു അതൊക്കെ. എന്താ കാര്യം? വലിയ പരിമിതികളിലേക്ക്, വലിയ നിയമത്തിൻ്റെ ചട്ടക്കൂടുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ, വിലക്കുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ, ദേവാലയങ്ങൾ അടഞ്ഞു കിടന്നപ്പോൾ ദൈവജനത്തിന് ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതായപ്പോൾ, വചനം കേൾക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ, അത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നെങ്കിൽ കൂടി സഭ തളരുന്നു, സഭ കിതയ്ക്കുന്നു എന്നൊക്കെ സഭയുടെ ശത്രുക്കൾ, സഭയുടെ തളർച്ച ആഗ്രഹിച്ചവർ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാലത്ത് കിതയ്ക്കാതെ കുതിച്ച കാലമാണിത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുകയെ, ഈ കഴിഞ്ഞ 1.5 വർഷം പോലെ വചനം മുഴങ്ങിയൊരു കാലമുണ്ടോ നമ്മുടെയൊക്കെ ആയുസ്സിൽ? തിരുവചനത്തിൻ്റെ പ്രളയം കാണുകയായിരുന്നു നമ്മൾ. അത് നമുക്ക് ലഭ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് വചനം പ്രഘോഷിക്കാൻ സഭ മുന്നോട്ട് വരികയാണ്. ഒരു വശത്ത് ഗവൺമെൻറ്റിനോട് ചേർന്ന് ആതുര സേവന രംഗത്ത്, സാമൂഹിക രംഗത്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുമ്പോഴും ഇപ്പുറത്ത് നമ്മുടെ ആത്മീയതയ്ക്ക് കോട്ടം തട്ടരുന്നുള്ള നിർബന്ധത്തോടെ സഭ ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അഭിമാനത്തിൻ്റെ കാലമാണ്. ദൈവത്തിന് നന്ദി പറയേണ്ട കാലമാണിത്. കർത്താവേ, ഞങ്ങളുടെ വീട്ടകങ്ങളിലേക്ക് ഞങ്ങൾ ചുരുക്കപ്പെടുമ്പോഴും ഞങ്ങളുടെ ആത്മാവിന് ആവശ്യമായതൊക്കെ, വിശുദ്ധിയോടെ ജീവിക്കാൻ ആവശ്യമായതൊക്കെ ഞങ്ങൾക്ക് ലഭ്യമാക്കി തരുന്ന നിന്റെ അനന്ത പരിപാലനയ്ക്ക് ഈശോയെ നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദാ ഇപ്പോൾ ഈ 9 ദിവസത്തെ പെന്തക്കുസ്ത ഒരുക്കത്തെയോർത്ത് നന്ദി പറയണം. ഈശോയെ നന്ദി, കുറച്ചൊക്കെ വചനം കേൾക്കാൻ പറ്റുന്നതിന്, ആരാധന നടത്താൻ പറ്റുന്നതിന്.
നവനാൾ പ്രാർത്ഥന നടത്തി പെന്തക്കോസ്തായിക്ക് ഒരുങ്ങാൻ പറ്റുന്നതിന് കർത്താവേ നിനക്ക് നന്ദി എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, ഇന്ന് നമ്മൾ എളിമയോടെ ധ്യാനിക്കാൻ പോകുന്ന വിഷയം, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ അതിൻ്റെ പ്രാധാന്യം നമ്മൾ അത്ര അങ്ങോട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. പുതിയതായിട്ടൊന്നും പറയാനില്ല, ഉള്ളത് ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇതെങ്ങനെ നിങ്ങളിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ആ കരുത്തോടെ എത്തിക്കാൻ പറ്റും എന്നെനിക്ക് നല്ല ആശങ്കയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സഹായം ചോദിക്കുകയാണ്. നിങ്ങൾ അധിക ശ്രദ്ധയോടെ എന്നെ ഇന്ന് കേൾക്കണേ. വലിയ അടുക്കും ചിട്ടയും ഒന്നും ഈ ടോക്കിൽ ഇല്ലെങ്കിലും, അങ്ങനെ ഇല്ലെന്ന് തോന്നിയാലും നിങ്ങളുടെ ശ്രദ്ധ അധികമായിട്ട് തന്ന് എൻ്റെ കുറവിനെ നിങ്ങളൊന്ന് പരിഹരിക്കണം. അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തിക്കൊണ്ട് നമ്മളിന്ന് ധ്യാനത്തിലേക്ക്, ഈ ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഫ്രെഡറിക് നീഷെ എന്നൊരു തത്വചിന്തകനുണ്ട്. ആധുനിക പാശ്ചാത്യ തത്വചിന്തകരിൽ പ്രധാനിയായ, ഏറെ സ്വാധീനം ചെലുത്തിയ, വ്യക്തികളിലും സമൂഹത്തിലുമൊക്കെ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു തത്വശാസ്ത്രജ്ഞനാണ്, തത്വചിന്തകനാണ് നീഷെ. അദ്ദേഹം ഒരു ക്രൈസ്തവ വിരുദ്ധനാണ്, ക്രിസ്ത്യാനിറ്റിയെ എതിർത്ത ഒരാളാണ്. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെ എതിർത്തതിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന്, അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനിറ്റി മനുഷ്യരിൽ ഭയം കുത്തിവെക്കുന്നു, അവരെ ധൈര്യമുള്ളവരാക്കുന്നില്ല. ഒരു സൂപ്പർമാൻ മനുഷ്യരിലൊക്കെ ഉണ്ട്, അതിൻ്റെ സാധ്യതകളെ ക്രിസ്ത്യാനിറ്റി തല്ലിക്കെടുത്തുന്നു, വിലക്കുകൾ ഏർപ്പെടുത്തി കൂച്ചുവിലങ്ങിട്ട് ഇങ്ങനെ ഒതുക്കിയിടുന്നു എന്നൊരു ആരോപണം ക്രിസ്ത്യാനിറ്റിക്കെതിരെ അദ്ദേഹം നടത്തി. അദ്ദേഹം ഈ ധൈര്യം ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞതാണിങ്ങനെ. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് ദൈവനിഷേധത്തിൻ്റെയും ആപേക്ഷികവാദത്തിൻ്റെയും ഒക്കെ അടിത്തറയിലാണ് ഈ ഇങ്ങനൊരു ആർഗ്യുമെൻ്റ് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നും, നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട്, ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്ന രീതി കൊണ്ട് ശരിയാണോ എന്ന് തോന്നിപ്പോകും. പക്ഷെ ഞാൻ പറയട്ടെ, തിരുവചനത്തിന് വിരുദ്ധമാണ് അങ്ങനൊരു ചിന്ത. കാരണം ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെട്ടതൊക്കെ ധീരരായിരിക്കുവിൻ, ശക്തരും ധീരരുമായിരിക്കുവിൻ എന്നാണ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ധൈര്യത്തെയാണ്, ധീരതയാണ് ധ്യാനിക്കുന്നത്. അച്ചോ, അതങ്ങനെ ഒരു ധ്യാന വിഷയമൊക്കെയാണോ ധീരത, ധൈര്യം എന്നുള്ളത്? ആണ്, ഇത് അത്യാവശ്യമാണ്. ഭീരുക്കളേറുന്ന കാലത്ത്, ക്രിസ്ത്യാനി സമം ഭീരു എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലത്ത്, തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലത്ത് ധീരതയിൽ നിറയേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, നീഷയെ പോലെ ചിന്തിക്കുന്നവർ ഒരുപാട് കാണും. അപ്പോൾ അവിടെ നമ്മൾ അറിയേണ്ടത്, ഇത് ബൈബിളിൻ്റെ ആശയമല്ല, ഇത് ക്രിസ്ത്യാനിറ്റിയുടെ ആശയമല്ല. അങ്ങനെ ഒരു ഭീരുത്വം പ്രചരിപ്പിക്കാൻ ക്രൈസ്തവ മതം ശ്രമിച്ചിട്ടില്ല, അങ്ങനെ ആകരുത്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 31-ാം അധ്യായം 6-ാം വാക്യം അതെടുക്കണേ. പതിവ് പോലെ നിർബന്ധിക്കുകയാണ്, സ്നേഹശാഠ്യമാണ് ബൈബിൾ എടുക്കുക. ഇന്നങ്ങനെ ഒരുപാട് ബൈബിൾ വാക്യങ്ങൾ പറയുന്നില്ല, എന്നാലും 1-2-3 പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ബൈബിൾ എടുക്കുക, അടയാളപ്പെടുത്തുക. നിയമാവർത്തനം 31:6 അവിടെ ശരിക്കും മോശ ഒരുക്കാണ് ഇസ്രായേൽ ജനത്തെ. മോശയ്ക്ക് മനസ്സിലായി, ഞാൻ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കില്ല. ജോഷുവയെ പിൻഗാമിയായി അവരോധിച്ചിട്ട് ജനത്തെ ഒരുക്കുകയാണ്. മോശ പറഞ്ഞ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുകയാണ്. അവിടെ പറയുന്ന കാര്യമാണിത്. 31:6, ശക്തരും ധീരരുമായിരിക്കുവിൻ, ശക്തരും ധീരരുമായിരിക്കുവിൻ. നിയമാവർത്തനം 31:6, ശക്തരും ധീരരുമായിരിക്കുവിൻ. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തുകൊണ്ട് നീ ഭയപ്പെടേണ്ട, എന്തുകൊണ്ട് നീ ധീരതയോടെ ഇരിക്കണം? കാരണം പറയുകയാണ്, എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്, അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. എന്തുകൊണ്ട് നീ ശക്തനായിരിക്കണം, എന്തുകൊണ്ട് നീ ധീരനായിരിക്കണം? യുവർ ഗോഡ് ഈസ് വാക്കിംഗ് വിത്ത് യു. നിന്റെ കൂടെ നിന്റെ ദൈവം നടപ്പുണ്ട്, അതുകൊണ്ട് ധീരതയോടെ ഇരിക്കണം. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിലേക്ക്, നമ്മുടെ ആനുകാലിക സാഹചര്യങ്ങളിലേക്ക് എത്തിക്കാം. ആദ്യം നിങ്ങളിതൊന്ന് മനസ്സിലാക്കുക. അതായത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ധീരരായിരിക്കുവിൻ, ധൈര്യത്തോടെ നിൽക്കുവിൻ. പെന്തക്കുസ്തായെ ധ്യാനിക്കണേ. ഈ പെന്തക്കുസ്ത സംഭവം
നമ്മളിത് പല കാര്യങ്ങളും ഇങ്ങനെ പന്തക്കുസ്ത നമുക്കറിയാമല്ലോ എന്നങ്ങ് വിചാരിച്ച് പോവുകയാണ്. അതായത് നമ്മൾ പല കാര്യങ്ങളും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്. നമ്മളതങ്ങനെ നമുക്കറിയാമല്ലോ, അത് ഇത്രയല്ലേ ഉള്ളൂ സംഭവിച്ചുള്ളൂ എന്നങ്ങ് വിചാരിച്ച് കളയും. പക്ഷേ ചില സമയങ്ങളിൽ നമുക്കറിയാമെന്ന് വിചാരിക്കുന്ന ആ പൊസിഷനിൽ നിന്ന് പുറകോട്ടിറങ്ങണം. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ആ രംഗങ്ങളെ ഇങ്ങനെ ധ്യാനിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ സൗന്ദര്യം മുഴുവൻ മനസ്സിലാകുന്നത്. ശരിക്കും ഈ പെന്തക്കുസ്ത സംഭവിച്ച ആ മൊമെൻ്റ് ഉണ്ടല്ലോ, അത് അരക്ഷിതാവസ്ഥയുടെ അങ്ങേ അറ്റത്താണ്. അതായത് 3 വർഷം കൂടെ നടന്നു, ഈശോയുടെ കൂടെ നടന്നു. എൻ്റെ കൂടെ ചിന്തിച്ചേ, 3 വർഷം ഈശോയുടെ കൂടെ നടന്നു. ആ 3-ാം വർഷം അവസാനിച്ചപ്പോൾ അവനെ പിടിച്ചു കുരിശേൽ തറച്ചു. ഈ ശിഷ്യന്മാർ കടന്നു പോകുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. ഇനി എന്ത് വലിയ പ്രതീക്ഷയോടെയൊക്കെ ഇറങ്ങിത്തിരിച്ചതാണ്, ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം അവൻ കുരിശേറി, കാൽവരിയിൽ അവൻ മൃതി അടഞ്ഞു. ഇനി എന്ത്? 3 നാൾ അന്ധകാരം വ്യാപിച്ച, അവരുടെ മനസ്സിൽ ഇരുട്ട് കയറിയ, മുന്നിൽ ഒരു ചുവട് വയ്ക്കാൻ പറ്റാത്ത വിധം ഇരുട്ടായിപ്പോയ ദിവസങ്ങൾ. 3-ാം പക്കം അവൻ ഉദ്ധാനം ചെയ്തു, അവനെ കണ്ടു, ഒരാശ്വാസം. നോക്കിക്കേ നിങ്ങൾ, എൻ്റെ ദൈവമേ, അവൻ തിരിച്ചു വന്നല്ലോ, ഒരാശ്വാസം. ആ ആശ്വാസത്തിൽ 40 നാൾ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ പോവാണ്, ഒരാളെ അയക്കാം, അവൻ വരും, ഇവിടെ തന്നെ ഇരിക്കണം, എങ്ങോട്ട് ഓടിപ്പോകരുത്, ഇവിടെ തന്നെ കാണണം, വന്നു കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ അവൻ നിങ്ങളെ ഗൈഡ് ചെയ്തോളും, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്തോളും. പോയി. പിന്നത്തെ ആ ദിവസങ്ങളൊന്ന് ഓർത്ത് നോക്കുകയെ. നമ്മൾ ഇന്ന് പറയുമ്പോൾ സ്വർഗാരോഹണത്തിൻ്റെ 10-ാം നാൾ, നമ്മൾ സമയമൊക്കെ കൃത്യം 10 ദിവസം കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്ത് സംഭവിച്ചു. ശിഷ്യന്മാർക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇതെന്ന് വരും, ഇതാരാ വരാൻ പോകുന്നത്, എന്താ വന്നിട്ട് സംഭവിക്കാൻ പോകുന്നത്, എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ, ഒരു അജണ്ടയുണ്ടോ? ഒന്നുമില്ല. ഭയപ്പെട്ട് കഥകളടച്ച് ഭീരുക്കളായിട്ട് ഇരുന്ന് വിറച്ച് പ്രാർത്ഥിക്കാൻ മാത്രമേ അവർക്ക് പറ്റുന്നുള്ളൂ. ഒരു പ്രാർത്ഥനയോടെ ആയിരിക്കുകയാണ്. ആ സമയത്ത് അവരെ ബാധിച്ചിരിക്കുന്ന ഒന്ന് ഭയമാണ്. ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്നവരിലേക്കാണ് അഗ്നിനാവായി ആത്മാവ് ഇറങ്ങി വന്നത്. ആത്മാവ് ഇറങ്ങി വന്നിട്ട് സംഭവിച്ച ആദ്യത്തെ നല്ല കാര്യം എന്താണ്? പത്രോസ് പ്രസംഗിച്ചു, 3000 പേര് മാമോദിസ സ്വീകരിച്ചു, അതൊക്കെ നമുക്കറിയാം. പക്ഷേ അല്പം കൂടെ സിമ്പിളാക്കിക്കേ. ആദ്യം സംഭവിച്ച കാര്യം എന്താണ്? ആദ്യം സംഭവിച്ചത് ഈ ഭയപ്പാടിൻ്റെ ജനാലകളെ, വാതിലുകളെ അവർ തുറന്നു. അതായത് നിയമാവർത്തന പുസ്തകത്തിൽ വായിച്ചത് നിവർത്തിതമാവുകയാണ്. ശക്തരും ധീരരുമായിരിക്കുവിൻ. ധീരതയിലാണ് അവർ അഭിഷേകം ചെയ്യപ്പെട്ടത്. ധീരതയുടെ ആത്മാവിനാലാണ് അവർ അഭിഷേകം ചെയ്യപ്പെട്ടത്. ഈ ഒരു തുറവിയുണ്ടല്ലോ, ഈ ധൈര്യം, ഇതാവശ്യമാണ്. ഇതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനം മുഴുവൻ എന്താണെന്നറിയാമോ? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു വിശദീകരണമാണ്. അവിടെ മുഴുവൻ നമ്മൾ കാണുന്നത് സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിൻ്റെ മെഗാഫോൺസ് ആയിരിക്കുകയാണ് എന്നാണ്. സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ഉച്ചഭാഷണികളായിട്ട് മാറി എന്ന്. ധീരതയോടെ പരിശുദ്ധാത്മ നിവേശിതരായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉച്ചഭാഷണികളായിട്ട് അവർ മാറുന്നു. അവർ ഉയർത്തെഴുന്നേറ്റവൻ്റെ പ്രഘോഷകരായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 14-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യങ്ങൾ, ആ ഭാഗമൊക്കെ നമ്മൾ വായിക്കണം. അവിടെ പൗലോസിനെ ഒരു പട്ടണത്തിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ഇന്നാണെങ്കിൽ ആ ഇറങ്ങിപ്പോയ പോക്കിന് അവൻ അങ്ങ് പോകത്തില്ലായിരുന്നോ? ഇത് ഇറക്കി വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതുപോലെ ബൗൺസിങ് ബാക്ക്, ധീരതയോടെ തിരിച്ചു വരികയാണ്. ഈ ധൈര്യം, അല്ലെങ്കിൽ എത്രയോ പ്രാവശ്യം ഈ ശിഷ്യന്മാരെ അധികാരികളുടെ മുമ്പിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. അവിടൊക്കെ അവർ വാടിപ്പോയോ? അവർ ചുരുണ്ടുകൂടിപ്പോയോ? അവരുടെ മാളങ്ങളിൽ ഒളിച്ചോ? ഇല്ല. അവർ എഴുന്നേറ്റ് നിന്നിട്ട് ധീരതയോടെ മുഖത്ത് നോക്കി പറഞ്ഞു, അധികാരികളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന, പിതാവ് ഉയർപ്പിച്ച ഈശോ മിശിഹായെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പ്രഘോഷിക്കാനില്ല. ധീരത, ധൈര്യം ആവശ്യമുണ്ട്. എന്താണ് ധൈര്യം? എന്താണ് ധൈര്യം? ധൈര്യം എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ധൈര്യം എന്ന് പറഞ്ഞുണ്ടല്ലോ, ഭയമില്ലാത്ത, അതായത് എനിക്ക് പേടിയില്ല, അങ്ങനല്ല. അത് നമുക്ക്, എനിക്ക് തോന്നുന്നില്ല അത് പ്രാക്ടിക്കലാവുമോ. നമുക്ക് പേടി തോന്നുന്നില്ലേ? പലരെയും പേടിയൊക്കെ തോന്നും. പിന്നെന്താ ഈ ധീരത? പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്ന ഈ ധീരത എന്താണ്? അതായത് എൻ്റെ ഉള്ളിൽ ഒരു തെല്ല് ഭയം, പേടി തോന്നുമ്പോഴും ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ ഇപ്പോൾ ഇത് പറയണം, ഞാൻ ഇപ്പോൾ ഇത് ചെയ്യണം എന്ന തിരിച്ചറിവിൽ
ആ ചെറുഭയത്തെ അതിജീവിച്ച് ഞാൻ ചെയ്യേണ്ടത് ചെയ്യുന്നതിനെ, ഞാൻ പറയേണ്ടത് പറയുന്നതിനെയാണ് ധീരത എന്ന് വിളിക്കേണ്ടത്. അതായത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഇത് നിങ്ങൾ ഇനി അപ്ലൈ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞില്ലേ, അതായത് നമുക്ക് ഒരുപാട് പരത്തി പറഞ്ഞു പോകാൻ നേരമില്ല. നിങ്ങൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഗ്രഹണശക്തി ഉള്ളവരാണ്. ഇതിനെ ഇങ്ങനെ എടുത്തേ. എന്താണ് ധീരത? എന്താണ് ധീരത? ധീരത എന്ന് പറഞ്ഞാൽ പേടി ഒട്ടുമില്ലാത്ത അവസ്ഥയല്ല ധീരത എന്ന് പറയുന്നത്. പേടി തോന്നിപ്പോകും. ചിലപ്പോൾ സാഹചര്യങ്ങളും നമ്മുടെ ബലഹീനതകളും കാരണം പേടി തോന്നും, പലതിനോടും ഭയപ്പാട് തോന്നും, ഒക്കെ ശരിയാണ്. അതൊരു വശത്തുള്ളപ്പോഴും പറയേണ്ടത് പറയുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഞാനിപ്പോൾ പറയണം. ഞാൻ ദൈവമകനായതുകൊണ്ട്, ദൈവമകളായതുകൊണ്ട് ഇത് പറയണം. ഞാൻ ദൈവമകനായതുകൊണ്ട് ഇത് ചെയ്യണം എന്ന് തീരുമാനമെടുത്തിട്ട് ആ ഭയത്തെ അതിജീവിക്കുന്ന മൊമെന്റില്ലേ, അതാണ് എൻ്റെ ധീരത. ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ഇത് ഈശോ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയാവോ ബൈബിളിൽ? ഞാൻ ഈ കഴിഞ്ഞ മെയ് 1 തൊട്ട് ഒരു ചെറിയ വോയിസ് ക്ലിപ്പ് എൻ്റെ വാട്സാപ്പിലൂടെയൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കോണ്ടാക്ട്സിലുള്ളവർക്കും എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കും ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അൽതിറ എന്നാണ് അതിൻ്റെ പേര്. അൽതിറ. അൽതിറ അൽതിറ എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം ഭയപ്പെടേണ്ട എന്നാണ്. ഭയപ്പെടേണ്ട. ഇത് ഈ സെക്കൻഡ് വേവ് ഒക്കെ വന്നപ്പോൾ, സെക്കൻഡ് വേവ് നമ്മുടെ ഫസ്റ്റ് വേവിൽ നമ്മുടെ അധികാരികൾ നമ്മളെ പിടിച്ചു വീട്ടിലിരുത്തിയതാണെങ്കിൽ സെക്കൻഡ് വേവിൽ നമ്മളൊക്കെ വല്ലാണ്ട് പേടിച്ചു പോയി, അല്ലേ? ഈ കോവിഡിൻ്റെ സെക്കൻഡ് വേവിൽ നമ്മളൊക്കെ വല്ലാണ്ട് പേടിച്ചു പോയി. നമ്മൾ വീട്ടകങ്ങളിലേക്ക് ഒതുക്കപ്പെട്ടു. അത് ആവശ്യമായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിലൊരു വല്ലാത്ത ഭയം നമ്മളെ കീഴടക്കി. ഭയം വരുമ്പോൾ തന്നെ നമ്മൾ തോറ്റുപോവുകയാണ്. ഇതൊക്കെ ഉള്ളപ്പോഴും ഭയത്തെ അതിജീവിച്ച് നിൽക്കാൻ പറ്റുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാനൊന്ന് വചനത്തിലേക്ക് നോക്കി. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം സ്നേഹമാണ്, സംശയമില്ല. പക്ഷേ ബൈബിളിൽ ഏറ്റവും ആവർത്തിക്കപ്പെടുന്ന കമാൻഡ്, ബൈബിളിൽ ദൈവം തമ്പുരാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മളോട് പറയുന്ന വാക്ക് ഏതെന്നറിയാമോ? ആ വാക്ക് അത് ഈ ദിവസങ്ങളിലാണത് മനസ്സിലാക്കിയത്. അൽതിറ. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ ചെറിയ ഭയപ്പെടേണ്ട വാക്യങ്ങൾ എടുത്ത് ഇങ്ങനെ ഒരു വോയിസ് അയക്കാറുണ്ട്. എനിക്കും ഒരു ആശ്വാസമാണ്, കേൾക്കുന്നവർക്കും ഒരു ആശ്വാസമാണ്. അൽതിറ, ഭയപ്പെടേണ്ട. ഈശോ തന്നെ. അപ്പോൾ ഇത് പഴയ നിയമത്തിൽ മാത്രമുള്ളൊരു ആശയമാണല്ലല്ല. ഈശോ തന്നെ മത്തായിയുടെ സുവിശേഷം എടുത്തു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 26-33 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം ഇതെടുക്കണേ. ഇത് നിങ്ങൾ ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ ഞാൻ ഈ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 33 വരെയുള്ള കാര്യം. അവിടെ ഈശോ 3 പ്രാവശ്യം ഈ കാര്യം പറയുന്നുണ്ട്. എന്ത്? ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. എടുത്തേ മത്തായി 10, 26, 33. നിർഭയം സാക്ഷ്യം നൽകുക എന്നാണ് തലക്കെട്ട്. അവിടെ ഭയപ്പെടേണ്ട 3 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ഭയപ്പെടേണ്ട, എന്തുകൊണ്ട് നീ ഭയപ്പെടേണ്ട, അതിൻ്റെ കാരണം കർത്താവ് തമ്പുരാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ 3 കാരണങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കും കേട്ടോ. ഇത് മനസ്സിലാക്കി വെക്കണം, ഇത് അറിഞ്ഞു വെക്കണം. ഇത് വചനമാണ്. ഒന്നാമത്തത് ഈശോ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാണെന്നറിയാമോ? മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. നീ പേടിക്കാതിരിക്കുക, നീ പേടിക്കാതിരിക്കുക. നിന്നിൽ എൻ്റെ കുഞ്ഞെ ഒരു സത്യമുണ്ടെങ്കിൽ, നിന്നിൽ ഒരു നേരുണ്ടെങ്കിൽ ആ നേര് പുറത്തു വരിക തന്നെ ചെയ്യും. ആ സത്യം നാടറിയുക തന്നെ ചെയ്യും. നമ്മുടെ ഒരു വലിയ ഭയമല്ലേ ഇത്? അതായത് എന്നെ ആരും, ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ലല്ലോ, സത്യം ഇതല്ലല്ലോ, ഇതൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് എന്ന് വെച്ച് നമ്മൾ ഭയത്തിലാണ്. നമ്മളെ എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും, ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണോ എന്ന്. അവിടെയാണ് കർത്താവ് പറയുന്നത്, നീ ആരെയാണ് ഭയപ്പെടുന്നത്? നീ ഭയപ്പെടാതിരിക്കുക. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, പുരമുകളിൽ പ്രഘോഷിക്കപ്പെടും എന്ന് കർത്താവ് പറയുന്നില്ലേ? നീ ഒതുക്കത്തിൽ രഹസ്യത്തിൽ പറഞ്ഞവ പുരമുകളിൽ പ്രഘോഷിക്കപ്പെടും. അതുകൊണ്ട് എല്ലാ സത്യവും വെളിവാക്കപ്പെടും. ഒരു നുണയ്ക്ക് എത്ര ആയുസുണ്ട്? നമ്മുടെ കാലത്ത് നമ്മൾ കാണുന്നതല്ലേ, നുണകൾക്ക് എത്ര കാലത്തെ ആയുസുണ്ട്. ഒരു മഴ പെയ്തു മാറുമ്പോൾ പല നുണകളും ഒലിച്ചു പോകുന്നത്, സത്യം അതിൻ്റെ പൂർണ്ണ ശോഭയിൽ വെളിപ്പെടുന്നത് നമ്മൾ കാണുന്നില്ലേ? അതുകൊണ്ട് ഒന്നാമത് നീ ഭയപ്പെടാതിരിക്കുക. എന്തുകൊണ്ട്? നിന്നിൽ സത്യമുണ്ടെങ്കിൽ, നിന്നിൽ ഒരു നേരുണ്ടെങ്കിൽ ആ സത്യം എല്ലാവരും അറിയുക തന്നെ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. അതുകൊണ്ട് ഭയപ്പെടേണ്ട. രണ്ടാമത് ഈശോ പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. എന്തുകൊണ്ട്? എടാ ഉവ്വേ, ഇവർക്ക് പരമാവധി, നീ പേടിക്കുന്ന ആർക്കും, അതാരും ആയിക്കോട്ടെ, നീ പേടിക്കുന്ന ആർക്കും
പരമാവധി ചെയ്യാൻ പറ്റുന്നത്, അങ്ങേയറ്റം ചെയ്യാൻ പറ്റുന്നത് നിന്റെ ശരീരത്തെ ഇല്ലാതാക്കാൻ പറ്റുമായിരിക്കും. ഈശോ പറയുകയാണ്, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ ഭയപ്പെടരുത്. ശരീരത്തെ കൊല്ലുകയും എന്നാൽ നിന്റെ ആത്മാവിനെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ ഭയപ്പെടേണ്ട കാര്യമില്ല. അതൊരു വലിയ തിരിച്ചറിവാണ്. ഈ എൻ്റെ ജീവിതം ഈ ഇട്ടാവട്ടത്ത് ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ, ഈ ശരീരത്തിലുള്ള ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് ധരിക്കുന്നവർക്ക് ഭയങ്കര ഭയമായിരിക്കും എല്ലാത്തിനെയും, അല്ലേ? കാരണം എന്താ? ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ ഒന്നും ചെയ്യാത്തവരെ ഭയപ്പെടേണ്ടത് ഈശോ പറയുമ്പം എൻ്റെ പൊന്നു കർത്താവ്, ശരീരം പോയിട്ട് പിന്നെ എന്നാ കാര്യം എന്ന് ചോദിച്ചു പോകും. അങ്ങനെയല്ല, കർത്താവ് പറയുന്നു, എടാ പരമാവധി ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഭയപ്പെടാതിരിക്കുക. മൂന്നാമത്, ഭയപ്പെടേണ്ട, കാരണം നിങ്ങൾ വിലയുള്ളവരാണ്. കർത്താവ് പറയുകയാണ്, നീ ഭയപ്പെടരുത്, കാരണം നീ എൻ്റെ കണ്ണിൽ വലിയ വിലയുള്ളവനാണ്. അതുപോരെ, ആ ഒരു അറിവ് പോരെ ഭയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് വായിച്ചെടുക്കണം. ഞാൻ ഈ പറഞ്ഞത് അതിനകത്തുണ്ടോ എന്ന് നോക്കണം. ഈ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം മുതലുള്ള ഭാഗത്ത് ഈ 3 ഭയപ്പെടേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ഈശോ നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പെന്തക്കുസ്ത ഒരുക്ക ധ്യാനത്തിൻ്റെ ഒരു ഉദ്ദേശം ഓരോ ദിവസത്തെയും ടോക്കിലൂടെ നമ്മുടെ ഉള്ളിൽ ഒരു അനുതാപം ജനിക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു നിയോഗം വെച്ചിട്ടുണ്ട്. ഓരോ ടോക്കും നമ്മളിൽ പാപബോധം ഉണർത്തണം. ചെറുതായിട്ട് ഇതിലും ഒരു പാപബോധം ഉണരണം ഈ ഒരു ചിന്തയിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അച്ഛാ ധൈര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പാപമാണ് ഞങ്ങൾ ചെയ്യുന്നത്? എന്ത് പാപം ചെയ്യാനാണ്? പറയട്ടെ പാപം എന്താണെന്ന്. പാപം ധൈര്യം കൈമോശം വന്നിട്ട് ഭീരുത്വം ജീവിതശൈലിയാക്കിയ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് എല്ലാത്തിനോടും എല്ലാവരോടും കോംപ്രമൈസാണ്. എല്ലാവരോടും കോംപ്രമൈസാണ്. തെറ്റിനെ തെറ്റെന്ന് വിളിക്കാൻ കെൽപ്പില്ലാത്ത നട്ടല്ലില്ലാത്തവരുടെ സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് വലിയൊരു സോഷ്യൽ റിഫർമേഷൻ എന്നൊന്നും ചിന്തിക്കണ്ട. നമ്മുടെ വീട്ടകത്ത് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ചെയ്തത് ശരിയായില്ല കേട്ടോ, അത് ക്രിസ്തീയമല്ല എന്ന് പറയാൻ കഴിയാത്ത വിധം. കാരണം ഇന്നത്തെ പ്രധാനപ്പെട്ട വാക്ക്, നമ്മുടെയൊക്കെ ശൈലി പ്രീണനമാണ്. പ്രീണിപ്പിക്കുകയാണ് എല്ലാവരെയും സുഖിപ്പിക്കുകയാണ്, എല്ലാവരെയും സന്തോഷിപ്പിക്കുകയാണ്. കാരണം എന്തിനാ ഞാൻ വെറുതെ അവരുടെയൊക്കെ വെറുപ്പ് സമ്പാദിക്കുന്നത്? അതുകൊണ്ട് ഞാനെല്ലാം നല്ല പിള്ളയാണ്, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? പല കൊള്ളരുതായ്മകളും അങ്ങ് കണ്ണടച്ച് കളയും. പ്രീണനം, കോംപ്രമൈസ്, പാപത്തോട് കോംപ്രമൈസിലാവുകയാണ്. കൊള്ളരുതായ്മകളോട്, അനീതിയോട്, അധർമ്മത്തോട് കോംപ്രമൈസിലാകുന്നു എന്നതാണ് നമുക്ക് പറ്റുന്ന അപകടം. എന്തിന്? നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് വളരെ വേദനയോടെ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ പാപങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ചെറുപ്പകാലത്തെ കുമ്പസാരങ്ങൾ ഓർത്ത് നോക്കിക്കേ. അന്നൊക്കെ ഈ പാപം ചെയ്തു പോയി, അയ്യോ ഞാൻ ഈ പാപം ചെയ്തു പോയി എന്ന് ഏറ്റുപറഞ്ഞ പാപങ്ങൾ ഇന്ന് നമുക്ക് പാപം പോലും അല്ലെന്നേ. ഇന്നത്തെ കുമ്പസാരത്തിൽ നമുക്കത് പാപമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ പലതും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി. അത് സാരമില്ലെന്ന്, അത് കോംപ്രമൈസ് ചെയ്തു, പോട്ടെ സാരമില്ല. ഇത് ഇപ്പുറത്തത്, അതും അങ്ങനെ വലിയ പാപമൊന്നും അല്ലെന്നേ, കോംപ്രമൈസ് ചെയ്തു. പാപത്തോട്, പിശാചിനോട് കോംപ്രമൈസിൽ ഏർപ്പെടുന്നു എന്നതാണ് നമുക്ക് പറ്റുന്ന അപകടം. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ ആശയം മനസ്സിലാക്കണേ. ധീരതയോടെ ഇരിക്കുവിൻ. അതായത് നീ ആഗ്രഹിക്കേണ്ടത് ചുറ്റുമുള്ളവരുടെ ലോകത്തിൻ്റെ പ്രീതിയല്ല, മറിച്ച് ദൈവം നിന്നെക്കുറിച്ച് എന്ത് പറയും എന്നതിനെക്കുറിച്ച് മാത്രം കൺസേൺഡ് ആകുക. നമ്മുടെ കൺസേൺ മുഴുവൻ ചെറുപ്പം തൊട്ടേ നമ്മളെക്കുറിച്ച് പറഞ്ഞ് നമ്മളെ വളർത്തുന്ന രീതിയുടെ കുഴപ്പമുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാണ് വളർത്തുന്നത്? എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അതുകൊണ്ട് നമുക്ക് ഹേറോദോസിനെ കുറുക്കൻ എന്ന് വിളിച്ച കർത്താവിൻ്റെ ധീരത നഷ്ടപ്പെടുന്നുണ്ട്. ആ ധൈര്യത്തിൻ്റെ ഭാവം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമ്മൾ നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുകയാണ്. ധീരത കൈമോശം വന്നു പോകുന്നു. ശക്തരും ധീരരുമായിരിക്കുവിൻ. ജോഷുവയുടെ പുസ്തകത്തിലുണ്ട് 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അതായത് ഈ ഒരു ധീരതയുടെ ഭാവമുണ്ടെങ്കിൽ ഇപ്പോൾ കോവിഡ് ഇങ്ങനെ കൺമുമ്പിൽ അതിൻ്റെ സർവ ഭീകര രൂപവും കാണിച്ച് അത് സംഹാര താണ്ഡവമാടിയാലും നമ്മുടെ ഉള്ളിലൊരു ധൈര്യം ഉണ്ടാകും. എന്താ കാര്യം? മൈ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എൻ്റെ കർത്താവിൻ്റെ വരുതിയിലാണ് ഇതെല്ലാം. ഭയപ്പെടുന്ന ഒരാൾ പറയുന്നത് എന്താ? ഭയപ്പെടുന്ന ഒരാൾ എല്ലാത്തിനെയും പേടിക്കുന്ന, എന്തിന്?
കോവിഡിനെ പോലും, ഇപ്പോൾ ഈ കോവിഡിനെ പോലും ഒരു പരിധിയിലേറെ അങ്ങ് ഭയപ്പെട്ട് ജീവിക്കുന്നവർ പറയുന്നത് എന്താ? എനിക്ക് അത്ര വലിയ ദൈവവിശ്വാസമൊന്നും ഇല്ല കേട്ടോ എന്നാണ് ഈ പറയുന്നത്. ദൈവത്തിൽ മുറുകെ പിടിക്കുന്ന ഒരാൾ നമ്മൾ വേണ്ട ശ്രദ്ധ എടുക്കേണ്ടെന്നോ ജാഗ്രത പാലിക്കേണ്ടെന്നോ അല്ല പറയുന്നത്. ഇതൊക്കെ ചെയ്യണം നമ്മൾ. ഇത് ചെയ്യുമ്പോഴും ദൈവാശ്രയത്വത്തിൽ നേരെ നിൽക്കണമെന്നേ. ശക്തരും ധീരരുമായിരിക്കും. ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ സംഭവിക്കുന്നതാണ് ഈ ധീരത. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമുക്കറിയാം. അവിടെ ജോഷുവയുടെ പുസ്തകത്തിൽ ഇവർ പതുക്കെ കാനാൻ ദേശത്തേക്ക് കയറുന്ന രംഗമാണ് ജോഷുവ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ 1:9 ബൈബിൾ എടുത്ത് ഒന്ന് അടയാളപ്പെടുത്തുക. ജോഷുവ 1:9 വീണ്ടും ഇതേ വാക്കുകൾ ആവർത്തിക്കുകയാണ്. ശക്തനും ധീരരും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? പറഞ്ഞിട്ടില്ലേടാ പേടിക്കരുതെന്ന്. ഇതായത് കർത്താവ് പറയുന്നത്. പറഞ്ഞിട്ടില്ലേ പേടിക്കരുതെന്ന്. വല്ലാണ്ട് പേടിച്ച് അരണ്ട് കഴിയുന്നവർ ഈ ഭാഗം ശരിക്കും ധ്യാനിക്കണം. ജോഷുവ 1:9 ശക്തരും ധീരരുമായിരിക്കുവിൻ, വല്ലാണ്ട് പരിഭ്രമിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഉറപ്പ്. ഇതാണ് നമ്മുടെ ധീരതയുടെ കാരണം. നമ്മുടെ ധീരതയുടെ കാരണം നമ്മുടെ മസിലോ നമ്മുടെ സിക്സ് പാക്കോ നമ്മുടെ വെപ്പൺസോ ഒന്നുമല്ല. നമ്മൾ ധൈര്യത്തോടെ ഇരിക്കുന്നതിന് ഒറ്റ കാരണം, ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നതാണ് ഭയത്തെ തോൽപ്പിക്കുന്ന ഫാക്ടർ. അത് മനസ്സിലാക്കണം. ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഭയമുണ്ടാകണം. ഭയമുണ്ടാകണം. എന്ത് ഭയം? ആ വാക്ക് പറയാമോ? വീട്ടകങ്ങളിൽ ഒരുമിച്ചിരുന്ന് കേൾക്കുന്നവരെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഭയമുണ്ടാകണം. എന്ത് ഭയമുണ്ടാകണം? പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കാണ്, ഇപ്പോൾ അതില്ല. ആ വാക്ക് അധികം കേൾക്കാനില്ല. ദൈവഭയമുണ്ടാകണം. ദൈവഭയമുണ്ടാകണം. ദൈവത്തോട് ആദരവ് കലർന്ന ഒരു ഭയം എപ്പോഴും ഉണ്ടാകണം. ഞാൻ ഈ ഭാഗം കൂടെ വായിച്ചിട്ട് നിർത്തുകയാണ്. അത് നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 11-ാം വാക്യം മുതൽ ബൈബിൾ എടുത്തു. യെശയ്യാ 8:11 ഇങ്ങനെയാണത്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഒരു തവണ വായിക്കാം. ശ്രദ്ധയോടെ ഇരുന്നാൽ മനസ്സിലാകും. ഇങ്ങനെയാണ്: തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ ജനത്തിൻ്റെ മാർഗത്തിൽ നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത് ലോകത്തോട് സമാധാനത്തിലായിരിക്കാനാണ്. ലോകത്തോട് സമാധാനത്തിലായിരിക്കുക. എല്ലാവരോടും സമാധാനം. പ്രീണനം. അത് സമാധാനമല്ല, അത് ഇരട്ടത്താപ്പാണത്. അത് പ്രീണനമാണ്. നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ലെന്നും ലോകത്തിന് അനുരൂപരാകേണ്ടവരല്ലെന്നുമുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇന്ന് എല്ലാത്തിനോടും പ്രീണനവും എല്ലാത്തിനോടും സമാധാനവും. അതാണ് പറയുന്നത്. അവിടുന്ന് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അടുത്തത്: ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്, പരിഭ്രമിക്കുകയും അരുത്. അതായത് ലോകം കൂട്ടുകൂടുന്നതിനോടൊക്കെ നിങ്ങൾ കൂട്ടുകൂടാൻ പോകരുത്. ലോകം ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്. എന്നിട്ട് പറയുകയാണ് ഹൈലൈറ്റ് വേഴ്സ്, നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. അതിങ്ങനെയാണ്: സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ, അവിടുത്തെ ഭയപ്പെടുവിൻ. ക്രിസ്ത്യാനി ഭയപ്പെടേണ്ടത് കർത്താവിനെ, സൈന്യങ്ങളുടെ ദൈവത്തിനെ പരിശുദ്ധനായി കാണുവിൻ, അവിടുത്തെ ഭയപ്പെടുവിൻ. ഈ ഭയം തെറ്റു ചെയ്ത കൊച്ചിനുണ്ടാകുന്ന ഭയമല്ല, മറിച്ച് ശക്തനും ഉടയവനുമായവനോടുള്ള ആദരവ് കലർന്ന ഭയം. എൻ്റെ ആത്മാവിൻ്റെ മേൽ അധികാരമുള്ളവനോടുള്ള ആദരവ് കലർന്ന ഭയം. ആ ഒരൊറ്റ ഭയം മതി നമുക്ക്. ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ബാക്കി ലോകത്തിൻ്റെ മുമ്പിൽ ശക്തരും ധീരരുമായി ജീവിക്കുവാൻ, പാപത്തോട്, പാപ സാഹചര്യങ്ങളോട്, പാപത്തിൻ്റെ പ്രലോഭനങ്ങളോട് നോ കോംപ്രമൈസ് എന്ന് പറയാനുള്ള ആർജവത്വം, ധൈര്യമുണ്ടാകാൻ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന
ആരാധന. ഈശോയെ ആരാധന, റൂഹായേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുമ്പാകെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ആശ്വാസത്തിൻ്റെ നേരമാണ് കർത്താവേ. സാന്ത്വനം ഞാൻ അനുഭവിക്കുന്നു കർത്താവേ. വലിയ പ്രത്യാശ എന്നിൽ രൂപപ്പെടുന്നു കർത്താവേ. സങ്കടങ്ങളേറെയുണ്ട്. ദാ ഇപ്പോൾ നിന്റെ മുമ്പാകെ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തെ മഥിക്കുന്ന, എൻ്റെ ഹൃദയം നുറുങ്ങുന്ന നൊമ്പരങ്ങളുണ്ട് ഈശോയെ. അതൊക്കെ നിന്റെ സന്നിധിയിൽ എളിമയോടെ സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം. കർത്താവേ, നീ എന്നെ കൈവിട്ട് കളയില്ല എന്ന ഉറപ്പ്, ഇന്നോളം നീ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ ഓർമ്മകൾ, അനുഭവങ്ങൾ കർത്താവേ എൻ്റെ ആശ്വാസമാണത്. ഈശോയെ നിനക്ക് ആരാധന. ദൈവജനമേ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളിയെക്കുറിച്ച് നൊമ്പരപ്പെടുന്നവർ, മക്കളെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർ, ആ പ്രാർത്ഥനകളെയൊക്കെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ നിന്റെ അനുഗ്രഹം വന്നിറങ്ങട്ടെ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കണ്ണീര് നീ തുടയ്ക്കണമേ. കർത്താവേ, നീ നൽകുന്ന ആശ്വാസത്തിലേക്ക് ഞങ്ങളെ നീ ചേർത്ത് നിർത്തണമേ. ദൈവജനമേ, ഇരുകരങ്ങളും എളിമയോടെ ഉയർത്തിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം എന്ന ഭാവത്തോടെ. കർത്താവേ, ഞങ്ങളെ കൊണ്ടാകുന്നത് പോലെ ഞങ്ങളെ തളർത്തുന്ന എല്ലാ കാര്യങ്ങളോടും പോരാടാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോഴും ഇവിടമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയം. ഈ ഇടമാണ്, ഈ ദിവ്യകാരുണ്യ സന്നിധിയാണ് ഞങ്ങളുടെ ബലം. കർത്താവേ, ഞങ്ങളുടെ രോഗാവസ്ഥകളാണെങ്കിലും, ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളാണെങ്കിലും, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോകുന്ന ഏത് സങ്കടത്തിൻ്റെ അനുഭവങ്ങളാണെങ്കിലും, അതിനോടൊക്കെ ഞങ്ങളെ കൊണ്ടാകുന്നത് പോലെ പോരാടാൻ, പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോഴും ഞങ്ങൾക്ക് ബലം നൽകുന്നത് ഈ ദിവ്യകാരുണ്യ സന്നിധിയാണെന്ന് കർത്താവേ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയെ, ഞങ്ങൾ ഒരുമിച്ച് നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന 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 ആരാധന. കർത്താവേ, നിനക്ക് മഹത്വം മഹത്വം മഹത്വം. ഈശോയെ മഹത്വം 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 മഹത്വം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. സ്വർഗവരങ്ങൾക്കുടയവനാകും പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയോടെ വിളിപ്പൂ നിന്നെ പറന്നിറങ്ങണമേ. സ്വർഗവരങ്ങൾക്കുടയവനാകും പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയോടെ വിളിപ്പൂ നിന്നെ പറന്നിറങ്ങണമേ. വരമായി, നിറവായി, കൃപയായി, മഴയായി പെയ്തിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, നിത്യസഹായകനേ, വരമായി, നിറവായി, കൃപയായി, മഴയായി പെയ്തിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, നിത്യസഹായകനേ. ഇരവിൽ പകലിൽ വേദനയിൽ കൂടെ വസിച്ചൊരു സ്നേഹിതനായി, ഇരവിൽ പകലിൽ വേദനയിൽ കൂടെ വസിച്ചൊരു സ്നേഹിതനായി, മുൻപേ നീങ്ങി വഴികാട്ടി നാഥനിലേക്കു നയിച്ചു. മുൻപേ നീങ്ങി വഴികാട്ടി നാഥനിലേക്കു നയിച്ചു. വരമായി, നിറവായി, കൃപയായി, മഴയായി പെയ്തിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, നിത്യസഹായകനേ, സ്വർഗവരങ്ങൾക്കുടയവനാകും പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയോടെ വിളിപ്പൂ നിന്നെ പറന്നിറങ്ങണമേ.
സഭയുടെ ആലംബം, ശിഷ്യഗണത്തിനാശ്വാസം. ആദിമസഭയുടെ ആലംബം, ശിഷ്യഗണത്തിനാശ്വാസം. തീനാവുകളായി വന്നു വസിച്ചു വചനം പെരുമഴ നൽകി. തീനാവുകളായി വന്നു വസിച്ചു വചനം പെരുമഴ നൽകി. വരമായി നിറവായി കൃപയായി മഴയായി പെയ്തിറങ്ങണമേ പരിശുദ്ധാത്മാവേ, നിത്യസഹായകനേ. സ്വർഗവരങ്ങൾക്കുടയവനാകും പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയോടെ വിളിപ്പൂ നിന്നെ പറന്നിറങ്ങണമേ. സ്വർഗവരങ്ങൾക്കുടയവനാകും പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയോടെ വിളിപ്പൂ നിന്നെ പറന്നിറങ്ങണമേ. വരമായി നിറവായി കൃപയായി മഴയായി പെയ്തിറങ്ങണമേ പരിശുദ്ധാത്മാവേ, നിത്യസഹായകനേ. വരമായി നിറവായി കൃപയായി മഴയായി പെയ്തിറങ്ങണമേ പരിശുദ്ധാത്മാവേ, നിത്യസഹായകനേ. ഈശോയെ, ഞങ്ങൾക്കിത് ഒരുക്കത്തിൻ്റെ നാളുകളാണ്. പെന്തക്കോസ്താ തിരുനാളിന് പ്രാർത്ഥനയോടെ ധ്യാനപൂർവം നിന്നെ ആരാധിച്ച് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഇത്തരം അവസരങ്ങൾ പരിമിതികളുടെ കാലത്തും ഈശോയെ ഞങ്ങൾക്ക് ഇത്തരം അവസരങ്ങൾ അനുഭവങ്ങൾ നൽകുന്നതിനെയോർത്ത് കർത്താവേ നിനക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഇന്നു ഞങ്ങൾ കേട്ട കാര്യങ്ങളെ പ്രാർത്ഥനയായി സമർപ്പിക്കുന്നു. ഈശോയെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ സമ്മാനമായ ധൈര്യമാണ് ഞങ്ങൾ ഇന്ന് അനുസ്മരിച്ചത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ധൈര്യം ലഭിക്കുന്നു. സ്ലീഹന്മാര് ധീരതയോടെ മുമ്പോട്ടിറങ്ങിയതുപോലെ ക്രൂശിതനായ ഉദ്ധിതനായ നിന്നെ പ്രഘോഷിക്കാനുള്ള മടി വിട്ടുമാറി, ഭയം വിട്ടുമാറി, ധൈര്യത്തോടെ അധികാരികളുടെ മുമ്പിൽ പോലും നിന്നെ പ്രഘോഷിച്ച ശിഷ്യന്മാര് ഞങ്ങളുടെ മുമ്പിൽ മാതൃകയായിട്ട് നിൽക്കുന്നു. ഈശോയെ, ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു എളിമയോടെ ഞങ്ങൾക്ക് ഒരുപാട് ഭീരുത്വമുണ്ട്. ഈശോയെ, ഭീരുക്കളായിട്ട് ഞങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിപ്പോൾ എല്ലാത്തിനെയും എല്ലാവരെയും ഭയമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ് എല്ലാ അനുഭവങ്ങളും. ഒരു ചെറിയ രോഗം വന്നാൽ, ഒരു ചെറിയ ഞെരുക്കം വന്നാൽ, ഒരു മോശം വാർത്ത കേട്ടാൽ, ഒരു തടസ്സം മുമ്പിൽ വന്നിന്നാൽ, കർത്താവേ, ഞങ്ങൾ വല്ലാണ്ടങ്ങ് ഭയപ്പെട്ടു പോകുന്നു. ഈശോയെ, ഭയം നിന്റെ മക്കൾക്ക് ചേർന്നതല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ എല്ലാ ഭയപ്പാടുകളെയും നീ എടുത്തു മാറ്റണമേ. ഈശോയെ, നിന്നെ പ്രഘോഷിക്കാൻ, ഈശോയെ, നിന്റെ സുവിശേഷം പങ്കുവെക്കുവാൻ, നിന്റെ സഭയുടെ മക്കളായി ജീവിക്കുവാൻ, നിന്റെ സഭയുടെ നന്മ പ്രഘോഷിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഞങ്ങളുടെ ഭീരുത്വം ഞങ്ങളെ അതിന് അനുവദിക്കുന്നില്ല. കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ തലമുറയുടെ പ്രധാനപ്പെട്ട വാക്ക് കോംപ്രമൈസാണ്. ധീരതയില്ലാത്തത് കൊണ്ട് എല്ലാത്തിനോടും എല്ലാവരോടും അങ്ങ് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുകയാണ്. ഈശോയെ, ഞങ്ങൾ അത് പാപത്തോട് പോലും, ചില പാപ പ്രലോഭനങ്ങളോട്, പാപത്തിൻ്റെ സാഹചര്യങ്ങളോട്, ഞങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്ന ചില സൗഹൃദങ്ങളോട്, ബന്ധങ്ങളോടൊക്കെ ഒരു ശക്തിയുള്ള നോ പറയാൻ പോലും കഴിയാത്ത വിധം ഭീരുക്കളായിട്ട് ഞങ്ങൾ മാറുന്നു. തിന്മയെ എതിർക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ലാതായി പോകുന്നു. ഭയമാണ് ഞങ്ങൾക്ക്. കർത്താവേ, ഞങ്ങൾ ഒരുങ്ങുകയാണ് പെന്തക്കോസ്തായ്ക്ക്. ഞങ്ങളുടെ വലിയ പ്രാർത്ഥനയാണ് നിന്റെ പരിശുദ്ധാത്മാവ് വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവേ, ക്രിസ്ത്യാനി സമം ഭീരുക്കൾ എന്ന ചിന്ത മാറിപ്പോകട്ടെ. വാളെടുക്കാനോ പോരാടാനോ അല്ല കർത്താവേ, പക്ഷേ നിന്റെ സുവിശേഷം, നിന്നെ തന്നെ ധീരതയോടെ പങ്കുവയ്ക്കുന്നൊരു തലമുറ രൂപപ്പെടട്ടെ. അത് ഞങ്ങളുടെ വീട്ടകങ്ങളിൽ ആരംഭിക്കട്ടെ. നീ സമ്മാനമായി നൽകിയ മക്കളോട്
സുവിശേഷം പറഞ്ഞു കൊടുക്കാൻ ഈശോയെക്കുറിച്ച് ധൈര്യത്തോടെ സ്വന്തം ജീവിതാനുഭവങ്ങൾ ചേർത്ത് വെച്ചൊന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത വിധം ഭീരുക്കളായിട്ട് ഞങ്ങൾ മാറിപ്പോകുന്നു. ജീവിത പങ്കാളിയോട് എല്ലായിടത്തും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യുകയാണ്. ഈശോയെ, ആത്മാവിന് ഞങ്ങൾക്ക് വേണം കർത്താവേ. ഞങ്ങളെ ഭയപ്പെടുത്തുന്നവരോട്, ഞങ്ങളെ പീഡിപ്പിക്കാൻ ഒരുങ്ങുന്നവരോട്, ഞങ്ങളെ വെല്ലുവിളിക്കുന്നവരോട് ആരോടും പോരാടാനല്ല കർത്താവേ, ആരെയും തോൽപ്പിക്കാനല്ല, ആരെയും വേദനിപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഈശോയെ. കാരണം ഞങ്ങൾ നടക്കുന്നത് നിന്റെ വഴിയാണ്. ഗുരുവും നാഥനുമായ നീ കാണിച്ചു തന്ന വഴിയെ നടക്കുന്ന നിന്റെ മക്കൾക്ക് ആരെയും നൊമ്പരപ്പെടുത്താനാകില്ല. പക്ഷേ ഈശോയെ, നിനക്കുണ്ടായിരുന്നൊരു ധൈര്യമുണ്ടല്ലോ, ധീരതയോടെ നിന്റെ പിതാവിനെക്കുറിച്ച് സാക്ഷ്യം നൽകിയ, സ്വർഗരാജ്യത്തെ സാക്ഷ്യപ്പെടുത്തിയ നിന്റെ ധീരത, നിന്റെ ശിഷ്യന്മാർ ഏറ്റുവാങ്ങിയ ധീരത കൈമോശം വന്നു പോകുന്നു കർത്താവേ. പിശാചിന്റെ പ്രലോഭനങ്ങളോട് മരുഭൂമിയിൽ വെച്ച് നോ പറയാൻ നീ കാട്ടിയ ധീരതയുണ്ടല്ലോ കർത്താവേ, പറ്റുന്നില്ല. വശപ്പെട്ടു പോവുകയാണ് ഞങ്ങൾ പാപങ്ങൾക്ക്, ധീരതയില്ലാത്തത് കൊണ്ട്. ആത്മാവേ, ഞങ്ങളിൽ വന്നിറയണമേ, ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. ഈ കാലഘട്ടത്തിൽ ദൈവമക്കളായി ജീവിക്കാൻ ഉതകുന്ന ധൈര്യം ഞങ്ങൾക്ക് സമ്മാനിക്കണമേ എന്ന് ദൈവജനമേ, നമുക്കൊരുമിച്ച് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിടുതലിന്നാത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിന്നാത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയായി ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയായി ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. എന്നിൽ കത്തി പടരണമേ, മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. എന്നിൽ കത്തി പടരണമേ, മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. കൃത്തിൽ വന്നു വസിച്ചിടണേ, കൃത്തിൽ വന്നു വസിച്ചിടണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ,
പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. അഗ്നിയാൽ സ്നാനം ചെയ്യണമേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ. അഗ്നിയാൽ സ്നാനം ചെയ്യണമേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ. സാക്ഷിയായി ഉയർത്തണമേ, നിൻ സാക്ഷിയായി ഉയർത്തണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പെന്തക്കുസ്തായ്ക്ക് ഒരുക്കമായ പ്രാർത്ഥനാ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 5-ാം നാളിലെ പ്രാർത്ഥന ഭക്തിയോടെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്കു നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സിഹിയോനൂട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരണമേ. ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ ആത്മാവിനാൽ പ്രചോദിതനായി രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. നേരെ മറിച്ച് പ്രവചിക്കുന്നവൻ മനുഷ്യരോട് സംസാരിക്കുന്നു. അതവരുടെ ഉത്കർഷത്തിനും പ്രോത്സാഹനത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു. ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു. പ്രവചിക്കുന്നവനാകട്ടെ സഭയ്ക്കും. നിങ്ങളെല്ലാവരും ഭാഷാവരത്തോടെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ പ്രവചിക്കുന്നെങ്കിൽ അത് കൂടുതൽ ഉത്തമം. ഭാഷാവരമുള്ളവൻ്റെ വാക്കുകൾ സഭയുടെ ഉത്കർഷത്തിന് ഉതകും വിധം ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ വലിയവൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ
പരിശുദ്ധാത്മാവിനോട് അറിവ് എന്ന ദാനം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന ഈശോയെ പോലെ ഞങ്ങളും വളരാനായി. കർത്താവേ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ലൗകിക സുഖങ്ങളുടെ നിസ്സാരത തിരിച്ചറിഞ്ഞ് ജീവിക്കാനായി. കർത്താവേ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയും മനസ്സും അങ്ങയുടെ ദാനങ്ങളാണെന്ന തിരിച്ചറിവിൽ ജീവിക്കാനായി. കർത്താവേ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലായ്പ്പോഴും ദൈവസ്വരം തിരിച്ചറിഞ്ഞ് ആനന്ദകരമായി ജീവിക്കുന്നതിന് കർത്താവേ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിത ശൈലിക്ക് ഉടമയാകാം. കർത്താവേ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും തീക്ഷ്ണതയുണ്ടാകുവാനായി. കർത്താവേ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഓ ദൈവമേ, ദയ എന്ന പരിശുദ്ധാത്മ ഫലത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാനും നന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങൾക്കുള്ളത് ആവശ്യക്കാരുമായി സന്തോഷത്തോടെ പങ്കുവയ്ക്കുവാനും ആരെയും പുച്ഛിക്കാതെ മുറിപ്പെടുത്താതെ എല്ലാവരിലെയും നന്മ കാണാനും വേദനിപ്പിക്കുന്നവരോട് നിരുപാധികം ക്ഷമിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. എല്ലായ്പ്പോഴും എല്ലാവരോടും ദയയോടെ വർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ ഈശോയെ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ ഈശോയെ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. ഈശോയെ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. മഹത്വം 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 മഹത്വം. ഈശോയെ നന്ദി. ഈശോയെ ആരാധന. ഈശോയെ എനിക്ക് നന്ദി. ഹല്ലേലൂയ ആരാധന 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 ആരാധന. നന്ദി നന്ദി നന്ദി. ഈശോയെ നന്ദി. ഈശോയെ അങ്ങേക്ക് മഹത്വം 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 മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.